Good morning, dear students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ മീൻ വെക്റ്റർ അതായത് y ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി കാണുന്നത്. ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n ya ഡിവൈഡ് ബൈ n വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ടു കേസസ്. അപ്പോൾ ഈ ഒരു y ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ കേസിനകത്ത് ഈ ഒരു റാൻഡം സാമ്പിൾസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിനകത്ത് ആ ഒരു റാൻഡം സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആയിരിക്കത്തില്ല. സോ ഈ രണ്ട് കേസിലും y ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. When y bar is based on a random sample y1, y2, etc. yn from a multivariate normal distribution np mu comma sigma, then y bar is normal with a mean mu and covariance matrix sigma by n. അതായത് y1, y2, etc. yn എന്ന് പറയുന്ന ഒരു മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ റാൻഡം സാമ്പിൾസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു റാൻഡം സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള y ബാർ എന്ന് പറയുന്ന മീൻ വെക്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷനും നോർമൽ തന്നെയായിരിക്കും. അതിൻ്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആയിരിക്കും. പക്ഷേ കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് സിഗ്മ ബൈ n ആയിരിക്കും. അതായത് ഇവിടെ y ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷനും നോർമൽ തന്നെയാണ്, മീനിന് വ്യത്യാസമൊന്നുമില്ല, മ്യൂ തന്നെയാണ്. പക്ഷേ കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് സിഗ്മ ബൈ n ആണ്. ഇനി നമ്മൾ സെക്കൻഡ് കേസ് നോക്കാം. വെൻ y bar is based on a random sample y1, y2, etc. yn from a non-normal multivariate population with a mean vector mu and covariance matrix sigma, then for a large n y bar is approximately normal with a mean mu and covariance matrix sigma by n. അപ്പം ഈ ഒരു y ബാർ എന്ന് പറയുന്നത് y1, y2, etc. yn എന്ന് പറയുന്ന കുറേ സെറ്റ് ഓഫ് നോൺ നോർമൽ മൾട്ടിവേരിയേറ്റ് പോപ്പുലേഷനിൽ നിന്നാണ് എടുത്ത് നോക്കുക. ആ ഒരു പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയത്തില്ല, പക്ഷേ അതിൻ്റെ മീൻ വെക്ടർ എന്ന് പറയുന്ന മ്യൂവും കോവേരിയൻസ് മെട്രിക്സ് സിഗ്മയാണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച്, അതായത് നമ്പർ ഓഫ് വേരിയബിൾസ് എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് പറയാം, y ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നോർമൽ ആയിരിക്കും വിത്ത് മെയിൻ മ്യൂ ആൻഡ് കോവേരിയൻസ് മെട്രിക്സ് സിഗ്മ ബൈ n. ഈ ഒരു തിയറം നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? നമ്മൾ ഈ ഒരു തിയറം യൂണിവേരിയേറ്റ് കേസിലും കണ്ടിട്ടുള്ളതാണ്. സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടിന് നമുക്ക് എന്തായിട്ട് പറയാം? മൾട്ടിവേരിയേറ്റ് സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ റിസൾട്ട് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. If y bar is the main vector of a random sample y1, y2, etc. yn from a population with a mean vector mu and covariance matrix sigma, then as n tends to infinity, the distribution of root n y bar minus mu approaches normal with a mean 0 and covariance matrix sigma. അപ്പം മീൻ വെക്ടർ അതായത് y ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ y1, y2, etc. yn എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെക്കുക. ആ ഒരു സാമ്പിൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അതിൻ്റെ മീൻ വെക്ടർ മ്യൂ ആണ്, കോവേരിയൻസ് മെട്രിക്സ് സിഗ്മയാണ്. അങ്ങനെയാണെങ്കിൽ n ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതോറും നമുക്ക് എന്ത് പറയാം, റൂട്ട് n y ബാർ മൈനസ് മ്യൂ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അത് വിത്ത് മീൻ 0 ആൻഡ് കോവേരിയൻസ് മെട്രിക്സ് സിഗ്മ ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള y ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടു. ഫസ്റ്റ് കേസിൽ റാൻഡം സാമ്പിൾ നോർമൽ ആയിരുന്നു, സെക്കൻഡ് കേസിൽ റാൻഡം സാമ്പിൾ നോൺ നോർമൽ ആയിരുന്നു. There are p variances in S and pC2 covariances for a total of p plus pC2, that is equal to p plus p into p minus 1 divided by 2 equal to p into p plus 1 by 2 distinct entries. അതായത് നമ്മുടെ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന സാമ്പിൾ കോവേരിയൻസ് മെട്രിക്സിനകത്ത് p വേരിയൻസസ് ഉണ്ട്, അതുപോലെ തന്നെ pC2 കോവേരിയൻസസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? ആദ്യത്തിനകത്ത് p വേരിയൻസസ്, സോ p പ്ലസ് pC2 കോവേരിയൻസ് പ്ലസ് pC2, അതായത് p പ്ലസ് p ഇൻറ്റു p മൈനസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. അത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? p ഇൻറ്റു p പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞ് കിട്ടും. സോ അത്രയും ഡിസ്റ്റിങ്ക്റ്റ് എൻട്രീസ് ഉണ്ട് ആ ഒരു ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന മെട്രിക്സിനകത്ത്. ദ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദീസ് p into p plus 1 divided by 2 distinct variables in w is equal to n minus 1 into s equal to summation over I yi minus y bar into yi minus y bar dash is a Wishart distribution denoted by wp of n minus 1 comma sigma, where n minus 1 is the degrees of freedom. അപ്പോൾ നമുക്ക് ഈ ഒരു p into p plus 1 divided by 2 distinct entries ആണുള്ളത്. ആ ഒരു p into p plus 1 divided by 2 ഡിസ്റ്റിങ്ക്റ്റ് എൻട്രീസിൻ്റെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് w is equal to n minus 1 into s എന്ന് പറഞ്ഞാണ്. അതായത് n minus 1 into s നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓവർ I yi minus y bar into yi minus y bar dash എന്ന് പറഞ്ഞ് എഴുതാം. ഇതാണ് വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ WP എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. p വേരിയബിൾസ് ഉള്ളതുകൊണ്ടാണ് WP എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഇവിടെ n മൈനസ് 1 കോമ സിഗ്മ എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ n മൈനസ് 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇനി നമുക്ക് ഈ വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The Wishart distribution is the multivariate analog of chi-square distribution and it has similar uses.
യൂണിവേരിയറ്റ് കേസിൽ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന് സിമിലർ ആയിട്ടുള്ളതാണ് ഈ ഒരു മൾട്ടിവേരിയറ്റ് കേസിൽ വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ അതേ യൂസസ് ഒക്കെ തന്നെയാണ് ഈ ഒരു വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷനും ഉള്ളത്. എ കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ഇസ് ഡിഫൈൻഡ് ഫോർമലി ആസ് എ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ യൂണിവേരിയറ്റ് റാൻഡം വേരിയബിൾസ്. അപ്പോൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് സാധാരണ നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾസിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സമ്മേഷൻ ഓവർ ഐ ഇസ് ഇക്വൽ ടു 1 to n ഇസഡ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സമ്മേഷൻ ഓവർ ഐ ഇസ് ഇക്വൽ ടു 1 to n YA minus mu the whole square divided by sigma square എന്ന് പറയുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂവിന് പകരം y ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സമ്മേഷൻ ഓവർ ഐ YA മൈനസ് y ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഈ ഒരു സമ്മേഷൻ ഓവർ ഐ YA മൈനസ് y ബാർ എന്താ n-1 ഇൻറ്റു എസ് സ്ക്വയർ ആണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. n-1 ഇൻറ്റു എസ് സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിമിലർ ആയിട്ട് നമുക്ക് ഒരു മൾട്ടിവേരിയറ്റ് കേസിൽ വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എഴുതാം, വിഷാർട്ട് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ ഐ ഇസ് ഇക്വൽ ടു 1 to n YA മൈനസ് മ്യൂ ഇൻറ്റു YA മൈനസ് മ്യൂ ഡാഷ് ആണ്. അതെന്ന് പറയുന്നത് വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് വിത്ത് n, സിഗ്മയാണ്. n എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ y1 y2 എക്സെട്ര yn എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതായത് ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്, കോവേരിയൻസ് മാട്രിക്സ് എന്ന് പറയുന്നത് സിഗ്മയാണ്. ഈ ഒരു മ്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ y ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വെച്ചു. ഈ ഒരു യൂണിവേരിയറ്റ് കേസിൽ നമ്മൾ ചെയ്ത പോലെ മ്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ y ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, n-1 ഇൻറ്റു എസ് ഈസ് ഇക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ഈസ് ഇക്വൽ ടു 1 to n YA മൈനസ് y ബാർ ഇൻറ്റു YA മൈനസ് y ബാർ ഡാഷ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതെന്ന് പറയുന്ന വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണ്. ഇതിവിടെ കോവേരിയൻസ് മാട്രിക്സിൽ വ്യത്യാസമൊന്നുമില്ല, സിഗ്മ തന്നെയായിരിക്കും. Finally, we note that when sampling from a multivariate normal distribution, y bar and s are independent. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു മൾട്ടിവേരിയറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്തുനിന്ന് നമ്മളൊരു സാമ്പിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ y ബാറും എസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ ടെസ്റ്റിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കുവാണ്. ടെസ്റ്റ് ഓൺ 1 or 2 മീൻ വെക്ടേഴ്സ്. അപ്പോൾ 1 or 2 മീൻ വെക്ടേഴ്സ് ഉള്ള കേസിൽ എങ്ങനെയാണ് ടെസ്റ്റിംഗ് നടത്തുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ നടത്തുന്നുണ്ട് മൾട്ടിവേരിയറ്റ് കേസും യൂണിവേരിയറ്റ് കേസും തമ്മിൽ. നമ്മൾ ഓരോ കേസിലും യൂണിവേരിയറ്റ് കേസിൽ ഈ ഒരു സെയിം പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കും. അതിനുശേഷം മൾട്ടിവേരിയറ്റ് കേസിൻ്റെ ആപ്ലിക്കേഷനാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു യൂണിവേരിയറ്റ് കേസ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം നോക്കിയാൽ മതി. മൾട്ടിവേരിയറ്റ് കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിവേരിയറ്റ് കേസിൻ്റെ പ്രൊസീജിയർ ആദ്യമേ കാണിച്ചിട്ട് അതിൻ്റെ ഹയർ ലെവൽ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ മൾട്ടിവേരിയറ്റ് കേസിൽ കാണിക്കുന്നത്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇൻ എ മൾട്ടിവേരിയറ്റ് കോണ്ടെക്സ്റ്റ് ഈസ് more complex than in a univariate setting. The number of parameters may be staggering. The p-variate normal distribution, for example, has p means, p variances and pc2 covariances, where pc2 represent the number of pairs among p variables. The total of parameters is p plus pc2 is equal to 1/2 into p into p plus 3. അപ്പം ഈ ഒരു യൂണിവേരിയറ്റ് കേസിലെ ടെസ്റ്റിംഗ് പോലല്ല മൾട്ടിവേരിയറ്റ് കേസിലെ ടെസ്റ്റിംഗ് വരുമ്പം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഈ ഒരു നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ വളരെ ഹൈ ആയിരിക്കും. സപ്പോസ് നമ്മൾ പി വേരിയബിളുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് കൺസിഡർ ചെയ്യുന്നത് വെക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ പി മീൻ കാണും, അതുപോലെ പി വേരിയൻസസ് കാണും, അതുപോലെ pc2 കോവേരിയൻസസും കാണും. pc2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പി വേരിയബിൾ തമ്മിലുള്ള നമ്പർ ഓഫ് പെയേഴ്സിനെയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു കേസിൽ എത്ര പാരാമീറ്റേഴ്സ് കിട്ടും, പി മീൻ പ്ലസ് പി കോവേരിയൻസ് പ്ലസ് pc2 കോവേരിയൻസ്. അപ്പോൾ p പ്ലസ് pc2 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു പി ഇൻറ്റു p പ്ലസ് 3 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. സോ അത്രയും സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് നമുക്ക് ഈ ഒരു മൾട്ടിവേരിയറ്റ് കേസിൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. പിക്ക് നമ്മൾ സപ്പോസ് 10 ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, പാരാമീറ്റർ 65 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. സോ നമ്മൾ ഈ ഒരു 65 പാരാമീറ്റേഴ്സിനും ഹൈപ്പോത്തസിസ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല ചില കേസിൽ നമ്മൾ ഇതുപോലെ സബ്സെറ്റുകൾ കൺസിഡർ ചെയ്യും ഈ ഒരു പാരാമീറ്റേഴ്സിനെ വെച്ചിട്ട്. സോ ആ ഒരു പാരാമീറ്റേഴ്സിൻ്റെ സബ്സെറ്റിലും നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നടത്തേണ്ടതായിട്ടുണ്ട്. സോ യൂണിവേരിയറ്റ് കേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു മൾട്ടിവേരിയറ്റ് കേസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ കേസിലുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ഓൺ മ്യൂ വിത്ത് സിഗ്മ നോൺ, അതായത് സിഗ്മ എന്ന് പറയുന്ന ആ ഒരു കോവേരിയൻസ് മാട്രിക്സ് നമുക്ക് അറിയാമെന്ന് വെക്കുക. ആ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് മീൻ വെക്ടറിനുള്ള ടെസ്റ്റ് നടത്തുന്നതെന്നാണ് നോക്കുന്നത്.
അത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നോക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് മൾട്ടിവേരിയേറ്റ് കേസ് കാണാം. യൂണിവേരിയേറ്റ് കേസിലെയാണ് ആദ്യം കാണിക്കുന്നത്. റിവ്യൂ ഓഫ് യൂണിവേരിയേറ്റ് ടെസ്റ്റ് ഫോർ H0 mu = mu0 when sigma is known. അപ്പോൾ നമുക്ക് സിഗ്മ എന്ന് പറയുന്ന ആ ഒരു വേരിയൻസ് അറിയാമെന്നുള്ള കേസിൽ നമ്മൾ എടുക്കുന്ന H0 എന്താ? H0 mu = mu0 വേഴ്സസ് H1 mu ≠ mu0. അപ്പോൾ നമ്മൾ 2 സൈഡ് ടെസ്റ്റാണ് നോക്കുന്നത്. ഈ ഒരു 1 സൈഡ് ടെസ്റ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ആ ഒരു 1 സൈഡ് ടെസ്റ്റ് നമ്മൾ ജനറലൈസ് ചെയ്യുമ്പം മിക്കപ്പോഴും മൾട്ടിവേരിയേറ്റ് ടെസ്റ്റുകൾ സാറ്റിസ്ഫൈ ചെയ്യാതെ വരും. അതുകൊണ്ട് നമ്മൾ 2 സൈഡ് ടെസ്റ്റുകളാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ y1 y2 എക്സെട്ര yn എന്ന് പറയുന്ന കുറേ റാൻഡം സാമ്പിൾ കൺസിഡർ ചെയ്തു. n ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്. അതൊന്ന് ഓരോന്നും നോർമൽ വിത്ത് mu, സിഗ്മ സ്ക്വയർ ആയിരിക്കും. ഇവിടെ നമുക്ക് സിഗ്മ സ്ക്വയർ അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് y ബാർ കണ്ടുപിടിക്കും. അതായത് നമ്മുടെ മെയിൻ വെക്ടർ കണ്ടുപിടിക്കും. മെയിൻ എന്ന് പറയുന്നത് എന്താ? സമ്മേഷൻ ഓവർ i = 1 to n ya/n നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു mu0 ആയിട്ട് കമ്പയർ ചെയ്യും. നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് z = y ബാർ മൈനസ് mu0 ഡിവൈഡ് ബൈ സിഗ്മ y ബാർ ആണ്. that is equal to y bar minus mu0 divided by sigma y bar എന്താ? സിഗ്മ ബൈ √n ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നമ്മളിവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ H0 നമ്മളിപ്പോൾ റിജക്റ്റ് ചെയ്യും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. 1.96 നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ chi-square ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടും ഈ ഒരു ടെസ്റ്റ് നടത്താം. chi-square ഡിസ്ട്രിബ്യൂഷൻ എന്താ? z² ആണ് chi-square എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്വയർ ആണ് chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ z² എന്ന് പറയുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degrees of freedom ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു chi-square വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ എപ്പോഴാണ് റിജക്റ്റ് ചെയ്യുന്നത്? ഈ ഒരു 1.96ൻ്റെ സ്ക്വയർ, അതായത് 3.84നെക്കാട്ടിലും കൂടുതലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇനി n ലാർജ് ആയിട്ടുള്ള കേസിൽ നമ്മൾ ഇതിനെ സെൻട്രൽ ലിമിറ്റ് തിയറമായിട്ട് കമ്പയർ ചെയ്യും. ഈ ഒരു z എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സെൻട്രൽ ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യുന്ന കേസിൽ ഈ ഓരോ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഇനി നമ്മൾ ഈ ഒരു സെയിം കേസ് മൾട്ടിവേരിയേറ്റ് കേസിലാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. മൾട്ടിവേരിയേറ്റ് ടെസ്റ്റ് ഫോർ H0 mu = mu0 വിത്ത് സിഗ്മ നോൺ. ഇവിടെ നമുക്ക് കോവേരിയൻസ് മെട്രിക്സ് നമ്മൾ സിഗ്മ അറിയാമെന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മീൻ്റെ ടെസ്റ്റ്, അതായത് മീൻ = mu0 എന്ന് പറയുന്നത് ആ ഒരു ടെസ്റ്റ് എങ്ങനെയാണ് നടത്തുന്നത് നോക്കാം. നമ്മൾ H0 ആയിട്ട് എടുക്കുന്നത് H0 mu = mu0 വേഴ്സസ് H1 mu = mu0 എന്ന് പറഞ്ഞാണ്. ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? mu എന്ന് പറയുന്നത് mu1 mu2 എക്സെട്ര mu p എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അതുപോലെ mu0 എന്ന് പറയുന്നത് mu01 mu02 എക്സെട്ര mu0p എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. H1 എന്ന് പറയുന്നത് ഇത് ≠ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. ഇവിടെ ഈ ഒരു നൾ ഹൈപ്പോത്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ mu j എന്ന് പറയുന്നത് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള mu0 j ആയിട്ട് ഈക്വൽ ആണ്. അതായത് ഇവിടെ mu1 എന്ന് പറയുന്നത് mu01 ആയിട്ട് ഈക്വൽ ആണ്, mu2 എന്ന് പറയുന്നത് mu02 ആയിട്ട് ഈക്വൽ ആണ്. അങ്ങനെ ഓരോന്നും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള mu0 j ആയിട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എടുക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ എന്താ? അറ്റ്ലീസ്റ്റ് 1 ഈസ് നോട്ട് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് 1. അപ്പോൾ ഏതെങ്കിലും ഒന്ന് തെറ്റാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു നൾ ഹൈപ്പോത്തസിസിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു നൾ ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾ ഓഫ് n ഒബ്സർവേഷൻ വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുവാണ്. y1 y2 എക്സെട്ര yn. ഇത് ഓരോന്നും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് വിത്ത് മെയിൻ mu ആൻഡ് കോവേരിയൻസ് മാട്രിക്സ് സിഗ്മയാണ്. ഇവിടെ സിഗ്മ നമുക്ക് ഓൾറെഡി അറിയാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ y ബാർ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ യൂണിവേരിയേറ്റ് കേസിലും ചെയ്തത്. y ബാർ കാൽക്കുലേറ്റ് ചെയ്യും. y ബാറിൻ്റെ ഇക്വേഷൻ എന്താ? y ബാർ = സമ്മേഷൻ ഓവർ i = 1 to n ya/n എന്ന് പറഞ്ഞ് നമ്മൾ y ബാർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കൺസിഡർ ചെയ്യും. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് z² = n × y ബാർ മൈനസ് mu0 ഡാഷ് സിഗ്മ ഇൻവേഴ്സ് × y ബാർ മൈനസ് mu0 എന്നുള്ളതാണ്. ഇവിടെ z² എന്ന് പറയുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് p ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അതുകൊണ്ട് തന്നെ H0 ട്രൂ ആകുന്ന എപ്പോഴാണ്? ഈ ഒരു z², അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത z² വാല്യൂ chi-square വിത്ത് ആൽഫ p, ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ p ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഈ ഒരു കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഒരു വേരിയബിളുള്ള കേസിൽ z² എന്ന് പറയുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതുപോലെ p വേരിയബിളുള്ള കേസിൽ z² ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? chi-square തന്നെയാണ് വിത്ത് p ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇനി നമുക്ക് സിഗ്മ എന്ന് പറയുന്നത് അൺനോൺ ആണെന്ന് വെക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സാമ്പിൾ കോവേരിയൻസ് മെട്രിക്സ് എസ് ഈ ഒരു സിഗ്മയ്ക്ക് പകരം യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് z² കണ്ടുപിടിക്കാം. പക്ഷെ നമുക്കപ്പോൾ കിട്ടുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും.
പക്ഷേ ഈ ഒരു കേസിൽ n എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് t is equal to y bar minus mu naught divided by s by root n എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതെന്ന് പറയത്തുള്ളൂ. ഇവിടെ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 30 ആയിരിക്കണം. ഈ ഒരു പോപ്പുലേഷൻ്റെ കോവേരിയൻസ് മെട്രിക്സ് അറിയാത്ത കേസിൽ നമുക്ക് വേണമെങ്കിൽ സാമ്പിളിൻ്റെ കോവേരിയൻസ് മെട്രിക്സ് ആയ ക്യാപിറ്റൽ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ട് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമെന്നും പറഞ്ഞു. പക്ഷേ ആ ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആ ഒരു പി എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒറ്റ ടെസ്റ്റ് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. ഒരു ടെസ്റ്റും അതുപോലെ തന്നെ വിഷാർട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ബാർ ആൻഡ് എസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. യൂണിവേരിയറ്റ് ടെസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടിവേരിയറ്റ് കേസിൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് കൂടെ കാണാം. താങ്ക്